അപ്രതീക്ഷിതമായി ഉണ്ടായ ദുരന്തത്തിന് മുന്നിൽ എന്തു ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിലാണ് ചൂരൽമലയിലുള്ളവർ. പരമാവധി ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയാണിപ്പോഴും. അരുൺ കൊടുങ്ങൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മേപ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാനുള്ളത്. ഈ ദുരന്ത ഭൂമിയിൽ നിന്നും രക്ഷിക്കുന്ന ആളുകളെ ആദ്യം എത്തിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടേക്ക് 500-ലധികം ആളുകളെയാണ് ഇപ്പോൾ പാർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ജീവൻ രക്ഷിച്ച ആളുകളെല്ലാം തന്നെ ഇവിടേക്ക് എത്തിക്കുന്നു. വൈദ്യസഹായം വേണ്ട ആളുകളെ മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റുക കൂടിയാണ് ചെയ്യുന്നതിലും വലിയ രീതിയിലുള്ളൊരു ആശങ്കയിൽ തന്നെയാണ് ഇവിടെയുള്ള എല്ലാവരും. ഉറ്റവരെ നഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ആയുസ്സിലുണ്ടാക്കിയ സമ്പാദ്യങ്ങൾ മുഴുവൻ നഷ്ടമായ ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് വയനാട് ഒന്നാകെ. അമ്മ ഇപ്പോൾ ഇവിടുന്ന് വരുന്നത്? വയനാട് ചൂരമലയിൽ വെള്ളം കയറുന്ന ഒരു പ്രദേശമാണോ ഇത്? വെള്ളം അത് 2018 പുത്തുമലയൊക്കെ ഇടിഞ്ഞില്ലേ, ആ സമയത്ത് ഞങ്ങളെ വീട്ടിൽ വെള്ളം കയറിയിട്ടുണ്ടായി. തോട് കുറച്ച് അടുത്താണ്. തോട്ടിൽ നിന്ന് അടുക്കളയ്ക്കും കയറി, റോട്ടിൽ നിന്ന് എത്രയ്ക്കുണ്ടായി ഞങ്ങളെ വീട്ടിൽ വെള്ളം. അപ്പം അന്ന് അച്ഛൻ മരിച്ചിട്ട് എല്ലാവരും വീട്ടിലിരിക്കുകയായിരുന്നു. ആ വെള്ളം കയറുന്ന സമയത്ത് ഞങ്ങളൊക്കെ ഓടി കയറി. പിന്നെ വന്ന് നോക്കുമ്പോൾ ചുമരൊക്കെ വിണ്ട് നിൽക്കുന്നുണ്ടായി. അപ്പോൾ പഞ്ചായത്തിൻ്റെ ആൾക്കാർ വന്നിട്ട് എല്ലാം ഫോട്ടോ എടുത്തിട്ട് പോയി. കുറേ ഫോട്ടോ എടുത്തിട്ട് പോയിട്ട് മക്കളെ ഞങ്ങൾക്ക് ഒരു വീട് പൊളിച്ചിടാൻ പറഞ്ഞ് ഞങ്ങൾ പൊളിച്ചിട്ട് ഇപ്പോൾ വീടുമില്ല, ഒന്നുമില്ല. അപ്പോൾ ഞങ്ങൾ വാടകയ്ക്കാണ് ഇരിക്കുന്നത്. വാടകയ്ക്ക് മാസം ഞങ്ങൾ വാടക കൊടുക്കണം. ആ വാടകയ്ക്കാണ് ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത്. വീട്ടില്ല. അന്ന് നഷ്ടപ്പെട്ട ആ വീട് ഇത് അല്ലെങ്കിൽ അതിന് നിർമ്മാണത്തിനുള്ള ഒരു സഹായം കിട്ടിയിരുന്നില്ല? കിട്ടിയില്ല. ഇതുവരെ കിട്ടിയിട്ടില്ല. അപേക്ഷകളൊക്കെ അമ്മ കൊടുത്തിരുന്നോ? അപേക്ഷയൊക്കെ കൊടുത്തു തന്നെ. എന്നിട്ട് പൈസ ഇതുവരെ കിട്ടിയില്ല. എന്താ അവർ പറയുന്ന മറുപടി? എന്താ അമ്മയുടെ? എന്താ പറയുക, നിങ്ങൾക്ക് സ്ഥലം കൂടുതലുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് വീട് തരില്ല എന്ന്. എൻ്റെ പേർക്ക് 13 സെൻറ്റ് സ്ഥലമുള്ളൂ, എൻ്റെ പേർക്കുള്ളത്. അതിലേക്കാണ് ഞാൻ അപേക്ഷ കൊടുത്തത്. പിന്നെ BO കൊണ്ടുവന്ന് പറയണ്ടായി, നിങ്ങൾക്ക് ഇനി വീട് തരില്ല, ഞങ്ങൾക്ക് എഗ്രിമെൻറ്റ് വെച്ചതാണ് ഞാൻ. അപ്പോൾ ഇനി പൈസ നിങ്ങൾക്ക് തരില്ല. നിങ്ങൾക്ക് അച്ഛൻ മരിച്ചു. ഈ സമയത്താണ് അച്ഛൻ മരിച്ചത്. പുത്തുമല ഇടിഞ്ഞില്ലേ, ആ സമയത്താണ് അച്ഛൻ മരിച്ചത്. അപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക്, അപ്പം അച്ഛൻ അവിടെ ഒരു 25 സെൻറ്റ് സ്ഥലമുണ്ട്, അതും 7 ഞങ്ങൾ മക്കൾക്ക് കൊടുക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് വീടില്ല, എനിക്ക് ആകെ 13 സെൻറ്റ് സ്ഥലമുള്ളൂ, അത് മക്കൾക്കുള്ള അവകാശമല്ലേ, അതുകൊണ്ട് തന്നെ മക്കൾക്ക് കൊടുക്കുന്ന സാധനമാണ്, അതുകൊണ്ട് എനിക്ക് വീട് വേണം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് തരില്ല. പിന്നെ ഇതില്ല, നികുതി ചീട്ട് എൻ്റെ പേർക്കാക്കി. അച്ഛൻ മരിച്ചപ്പോൾ എൻ്റെ പേർക്ക് നികുതി ചീട്ട് ആക്കിയ കാരണം ഇപ്പം എനിക്ക് പൈസയില്ല, മക്കളെ വീടും ഇല്ല. അപ്പോൾ പൈസ തരില്ല എന്നും പറഞ്ഞു. അതുതന്നെയാണ് നമുക്കറിയാം. പുത്തുമല ദുരന്തം നമുക്കറിയാം. അന്നും ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങളെല്ലാം തന്നെ നടത്തിയാണ്. പക്ഷേ അവിടെയുള്ള ആളുകൾക്ക് പോലും അർഹമായ നഷ്ടപരിഹാരം കിട്ടിയില്ല എന്നുള്ള ഗുരുതരമായ പരാതി കൂടിയാണ് ഇപ്പോൾ ഇവിടെ നിന്നും ഉന്നയിക്കുന്നത്.